പ്രാർത്ഥന എന്ന് കേൾക്കുന്നത് അവൾക്ക് എന്താണ്? വെറുപ്പാണ്. പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ തന്നെ അവൾ പിശാച് നോക്കുന്നത് പോലെയാണ് നോക്കുന്നത്. വഴി അവരെത്തിയത് സ്തോത്രം. അപ്പൊ അവരെന്റെ അടുത്ത് തിരിച്ചു പറയാം, സ്തോത്രം, എന്തോ സ്തോത്രം? ഞാൻ പറഞ്ഞ ആന്റി ഒരു വിശ്വാസിയാണ് കണ്ട് ഞാൻ വഴി ചോദിക്കാൻ വേണ്ടി സ്തോത്രം പറഞ്ഞതാണ്. ഞാൻ വിശ്വാസിയൊന്നും ഒന്നുമല്ല. അല്ല, ആന്റിക്ക് കമ്മലും മാലയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ആ കമ്മലും മാലയും കൊണ്ട് ഇപ്പൊ സഞ്ചരിക്കാൻ പറ്റൂ? കഴുത്ത് വെട്ടി കളയത്തില്ല. അതുകൊണ്ട് 20-ാമത്തെ വാക്യം വായിച്ചാൽ, മകനെ, നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അപ്പോൾ അവൻ നിന്റെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ നീ എന്ത് ചെയ്യണം? അനുസരിക്കണം. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ആര് പറയുന്നതാ കേൾക്കുന്നത്? മാതാപിതാക്കൾ അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് മക്കളെ എന്ത് ചെയ്യുന്നത്? ഉപദേശിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപദേശിക്കുന്ന മാതാപിതാക്കളെ ആർക്കിഷ്ടമല്ല? മക്കൾക്ക് ഇഷ്ടമല്ല. അവരെന്ത് ചെയ്യും? സ്വന്തമായ വഴികൾ എന്ത് ചെയ്യും? തിരഞ്ഞെടുക്കും. ആ വഴികളിലൂടെ അവർ സഞ്ചരിക്കും. ഒരിക്കൽ കഴിഞ്ഞ സമയത്ത് ഒരു മാതാവ് എന്നെ വിളിച്ചു പറയുന്നു, എന്റെ മകൾ വഴിതെറ്റിപ്പോയി. അവൾക്കൊരു കൂട്ടുകാരി പെൺകുട്ടി വരും. അവളെ കാണുമ്പോഴേ അറിയാം അവളൊരു പിശാചാണ്. അവളെ കൊണ്ടുപോയി എന്റെ മകളെ എന്തൊക്കെയോ ചെയ്ത് ഏതോ നിലവാരത്തിൽ ഞങ്ങളിൽ നിന്ന് അവളെ അകറ്റി, പ്രാർത്ഥനയിൽ നിന്ന് അവളെ അകറ്റി മറ്റ് നിലവാരത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. പ്രാർത്ഥന എന്ന് കേൾക്കുന്നത് അവൾക്ക് എന്താണ്? വെറുപ്പാണ്. പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ തന്നെ അവൾ പിശാച് നോക്കുന്നത് പോലെയാണ് നോക്കുന്നത്. എന്തുകൊണ്ടാണ്? മാതാപിതാക്കൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കാത്ത മക്കളാണ്. ഇങ്ങനെയുള്ള പെൺകുട്ടികൾ അവസാനം സംഭവിച്ചത് എന്താണ്? നമുക്കറിയാമല്ലോ. ചില പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ തന്നിഷ്ടപ്രകാരം സഞ്ചരിച്ചിട്ട് ഏതെങ്കിലും വീടുകളിലോ ലോഡ്ജുകളിലോ നദികളിലോ ചാടിയോ തൂങ്ങിയോ വിഷം കഴിച്ചോ ഇവരെന്ത് ചെയ്യുന്നു? ആത്മഹത്യ ചെയ്യുന്നു. ആരാണ് ജയിക്കുന്നത്? വിശാലാണ് ജയിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, അത് എല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചു കൊള്ളുക, നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക. അപ്പൊ നല്ല ഉപദേശം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളത് ഹൃദയത്തിൽ എന്ത് ചെയ്യണം? സംഗ്രഹിക്കണം. മറിയത്തിന്റെ ഒരു മനോഭാവം നമുക്കുണ്ടാകും. എന്താണ്? ദൂതൻ പറഞ്ഞത് മറിയം എന്ത് ചെയ്തു? ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ നല്ല കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. മാതാപിതാക്കൾ മക്കൾ നശിക്കാൻ വേണ്ടി പറയത്തില്ലല്ലോ. മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആര് സംസാരിക്കുന്നത്? മാതാപിതാക്കൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഗുരുക്കന്മാർ സംസാരിക്കുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നിന്റെ ഹൃദയത്തിൽ അത് എന്ത് ചെയ്യണം? ബന്ധിക്കണം. ഹൃദയത്തിൽ നിന്ന് അത് പോകരുത്. ഹൃദയത്തിൽ ബന്ധിക്കണമെന്ന് മാതാപിതാക്കൾ പറയുന്നത്, ഹൃദയത്തിൽ ബന്ധിച്ചു വെക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ഹൃദയത്തിൽ നിന്നത് ശത്രു എടുത്തു കളയുവാൻ അനുവദിക്കരുത്. ഒരാൾ തെറ്റായ വഴിയിലേക്ക് നമ്മളെ സ്വാധീനിക്കുമ്പോൾ അപ്പൻ പറഞ്ഞ കാര്യം ഹൃദയത്തില് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അതിനെ തള്ളിക്കളയണം. അപ്പൻ പറഞ്ഞ അല്ലെ അമ്മ പറഞ്ഞു തന്ന കാര്യം ഹൃദയത്തിൽ ബന്ധിച്ചു വെച്ചിരിക്കുന്ന വ്യക്തിയെ തെറ്റിച്ചു കളയുവാൻ ആർക്കും കഴിയുകയില്ല. ഏത് വിശാലം ശ്രമിച്ചാലും നടക്കുകയില്ല. എന്നിട്ട് നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക. നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക. ഏലസ് കെട്ടുന്നതിനേക്കാളും മറ്റെന്തെങ്കിലും കഴുത്തിൽ കെട്ടിയിടുന്നതിനേക്കാളും കുരിശ് കെട്ടിയിടുന്നതിനേക്കാളും ഏറ്റവും പ്രധാനം എന്താണ്? നിന്റെ ഹൃദയത്തിലെ അപ്പന്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ആത്മീയരായിട്ടുള്ള ആളുകൾ പറഞ്ഞു തന്ന നല്ല കാര്യങ്ങൾ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? കെട്ടണം. അത് നീ എന്ത് ചെയ്യണം? മാലയായി അണിയണം. ഇന്നത്തെ കാലത്ത് സ്വർണ്ണമാല ഇട്ടിട്ട് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല.
തിരുവനന്തപുരത്ത് ഒരു തള്ളയെ കോർപ്പറേഷന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് അകത്ത് കയറി തള്ളയെ എന്ത് ചെയ്തു? രണ്ടുപേരും ചേർന്ന് അങ്ങ് ബന്ധിച്ചു. കർണക്കുട്ടി അത്ര അടിച്ച് പൊട്ടിച്ചു. കമ്മൽ ഊരാൻ ശ്രമിച്ചു. വളയെല്ലാം ഊരിയെടുത്തു. മാല പൊട്ടിച്ചെടുത്തു. പണ്ടത്തെ കാലഘട്ടത്തില് ആഭരണം ഉപയോഗിക്കാത്ത പെന്തക്കോസുകാരെ കാണുമ്പോ ഒരു ഒരു ചെറിയ കമ്മലെങ്കിലും ഇട്ടൂടെ, ഒരു ചെറിയ മാലയെങ്കിലും ഇട്ടൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോൾ പെന്തക്കോസുകാരെ പോലെ ആവുക. ഞാന് വഴിയില് ഒരു ആന്റി നിൽക്കുന്നു, മാലയും ഇല്ല കമ്മലും ഇല്ല. ഞാൻ വിചാരിച്ചു പെന്തക്കോസുകാരി ആന്റിയാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് പോകാനുള്ള വഴി അവരെടുത്തിയെന്ന് സ്തോത്രം. അപ്പൊ അവരെന്റെ അടുത്ത് തിരിച്ചു പറയാം, സ്തോത്രോ ഇതോ സ്തോത്രം. അയ്യോ, ഞാൻ പറഞ്ഞ ആന്റി ഒരു വിശ്വാസിയാണെന്ന് കണ്ട് ഞാൻ വഴി ചോദിക്കാൻ വേണ്ടി സ്തോത്രം പറഞ്ഞതാ. ഞാൻ വിശ്വാസിയൊന്നും ഒന്നുമല്ല. അല്ല, ആന്റിക്ക് കമ്മലും മാലയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ആ കമ്മലും മാലയും കൊണ്ട് ഇപ്പൊ സഞ്ചരിക്കാൻ പറ്റൂ? കഴുത്ത് വെട്ടി കളയത്തില്ല. അതുകൊണ്ട് കമ്മലും മാലയൊക്കെ ഊരി വീട്ടിൽ വെച്ചിരിക്കുക. അപ്പൊ മനുഷ്യൻ എന്തായി തീർന്നു? ഇന്നത്തെ കാലഘട്ടത്തില് സ്വർണത്തിന് വില കൂടുന്നതിനനുസരിച്ച് മുക്കുവണ്ടം മാല 210 പവൻ ഇട്ടോണ്ടൊരു സ്ത്രീ പോയി. നോക്കുമ്പോ കള്ളന്മാര് നോക്കിയപ്പം അടിപൊളി 10 പവനോളമെങ്കിലും വരും. എത്ര ലക്ഷം രൂപ കിട്ടും? 10 ലക്ഷം രൂപയിൽ കൂടുതൽ കിട്ടും. പുറമെ നടന്ന് ബൈക്കിൽ ചെന്ന് മാല പിടിച്ച് പൊട്ടിച്ച് തറയിലിട്ട് കഴുത്തച്ചുപോയി. കഴുത്ത് അച്ചുപോയി, പൊട്ടിച്ചോണ്ട് ഓടി. അവര് കിടന്നിട്ട് പറഞ്ഞ് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. എന്താ എന്റെ അർത്ഥം? വീണ് കിടക്കുന്നതാണെന്ന് അറിയാം, ഈ സാധനത്ത മുക്കുകൊണ്ടോ. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ നിന്റെ കാര്യത്തിൽ എന്ത് കെട്ടണം? നിന്റെ കാര്യത്തില് സദുപദേശം അമ്മയിൽ നിന്നോ അപ്പനിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ലഭിക്കുന്ന നല്ല ഉപദേശം എന്ത് ചെയ്യണം? അത് കഴുത്തിൽ കെട്ടിക്കൊള്ളണം, അത് അഴിച്ചു കളയരുത്. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു. അവ കൽപ്പന ഒരു ദീപവും. അപ്പൊ നമ്മള് ഇത്തിരി ദാക്ഷ്യത്തോടെ കൽപ്പിക്കുന്ന പോലെ പറയാ, ഇയാൾ ചെയ്യരുത്, അവിടെ പോകരുത്, അവിടെ നിൽക്കരുത് എന്ന് പറയുമ്പോൾ അത് പറയുന്നത് ഇന്നത്തെ തലമുറ പറയും, അപ്പനായാലും അമ്മയായാലും കൂടുതൽ ഉപദേശിക്കാനൊന്നും പറയണ്ട, കൽപ്പിക്കാനൊന്നും പറയണ്ട, കൽപ്പിക്കാൻ വന്നേക്കുന്നു. അങ്ങനെ പറയുന്ന മക്കളുണ്ട്. ഇനി പോട്ടെ, ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണെങ്കിലും തെറ്റ് കണ്ടിട്ട് അങ്ങനെ പോകരുത്, ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചെന്ന് പറയും, ഇയാളാരാ കൽപ്പിക്കാൻ? അപ്പൊ അങ്ങനെ അവനെ ചോദിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യും? നാശത്തിലേക്ക് പോകും എന്നാണ് അവനും പറയുന്നത്. കൽപ്പന എന്താണ്? ഒരു ദീപമാണ്. ഉപദേശം എന്താണ്? ഒരു വെളിച്ചമാണ്. അപ്പൊ ഈ പ്രബോധനത്തിനകത്ത് എന്തടങ്ങിയിട്ടുണ്ട്? ശാസനകൾ അടങ്ങിയിട്ടുണ്ട്. പ്രബോധിപ്പിക്കുന്ന സഭകളിൽ എന്തുണ്ടായിട്ടുണ്ട്? പ്രബോധനന്മാരുണ്ടായിട്ടുണ്ട്. അതിനകത്ത് എന്തു വരും? ശാസന വരും. ഇന്നത്തെ കാലഘട്ടത്തിൽ സഭകളിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ശാസിക്കാൻ പറ്റത്തില്ല. വീടുകളിൽ ശാസിക്കാൻ പറ്റുമോ?